സംസ്ഥാനത്ത് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാര വിതരണം നിലച്ചു. വിതരണത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിലെ 6 ലക്ഷത്തോളം ദരിദ്ര കുടുംബങ്ങൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാരയുടെ വിതരണം നിലച്ചു. അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായി മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 27 രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന പഞ്ചസാരയാണ് ഇപ്പോൾ ലഭ്യമല്ലാത്തത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിതരണത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഏകദേശം 6 ലക്ഷത്തോളം AAY കുടുംബങ്ങളെയാണ് ഈ തീരുമാനം ബാധിക്കുന്നത്. EPOS സംവിധാനത്തിൽ നിന്നും പഞ്ചസാര നീക്കം ചെയ്തതോടെ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിട്ടും വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഉപഭോക്താക്കളിലും റേഷൻ കട ഉടമകളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയം വിപണിയിൽ പഞ്ചസാരയുടെ വില കുത്തനെ ഉയരുകയാണ്. 2025 കിലോയ്ക്ക് ശരാശരി വില 45 രൂപയ്ക്ക് മുകളിൽ എത്തിയതും സാധാരണക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നു. സംസ്ഥാനത്ത് 95 ലക്ഷത്തിലധികം സാധുവായ റേഷൻ കാർഡുകളും 13,000-ലധികം റേഷൻ കടകളുമുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലെ താൽക്കാലിക തടസ്സം പോലും കുടുംബങ്ങളെ സാരമായി ബാധിക്കും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.